ഇന്ന് വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാർക്ക് വലിയ ഒരു കടമ്പ തന്നെയാണ് ഒരു പെൺകുട്ടിയെ കണ്ടെത്തുക എന്നത്. പ്രായം കഴിഞ്ഞിട്ടും വിവാഹം ശരിയാവാത്ത നിരവധി ചെറുപ്പക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ ആറ്റുനോറ്റ് ഒരു വിവാഹം കഴിച്ച ചെറുപ്പക്കാരന് കിട്ടിയ 8ന്റെ പണിയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശിയും ബേക്കറി ഉടമയുമായ 34-കാരൻ ഒരു മാട്രിമോണിയൽ ആപ്പ് വഴിയാണ് സന്ധ്യ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. ഇരുകൂട്ടരുടെയും ബയോഡാറ്റകൾ മാച്ചായി വന്നതോടെ യുവാവ് സന്ധ്യയെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. ഇതോടെ ഇരുവരും തമ്മിൽ ഇഷ്ടപ്പെടുകയും അത് വിവാഹത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. എന്നാൽ സന്ധ്യ യുവാവിനോട് പറഞ്ഞത് തന്റെ അമ്മയ്ക്ക് അസുഖമാണെന്നും വിവാഹം അധികം നീട്ടിക്കൊണ്ടുപോകാൻ തനിക്ക് കഴിയില്ല എന്നുമാണ്. സന്ധ്യ വല്ലാതെ അങ്ങ് ബോധിച്ച യുവാവാകട്ടെ ഇനി മറ്റൊരു വിവാഹത്തിനില്ല എന്ന നിലയിലേക്ക് വരെ എത്തിയിരുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിനാൽ തനിക്ക് സ്വർണ്ണാഭരണങ്ങളോ മറ്റോ ഒന്നും തരാൻ കഴിയില്ല എന്നും സന്ധ്യ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹത്തിനുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം യുവാവ് തന്നെയാണ് വാങ്ങി സന്ധ്യയ്ക്ക് നൽകിയത്. തന്റെ സമ്പാദ്യവും ബന്ധുക്കളുടെ സഹായവുമൊക്കെയായി 12 പവൻ ഇയാൾ സന്ധ്യയ്ക്കായി ഒരുക്കിവെച്ചു. തുടർന്ന് വിവാഹം കഴിക്കുകയും രണ്ടുപേരും സന്തോഷത്തോടെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ വിവാഹശേഷം യുവാവിന് സന്ധ്യയുടെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ തോന്നുകയായിരുന്നു. അങ്ങനെ ഭാര്യ അറിയാതെ ഒരു ദിവസം ഭാര്യയുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് അതിൽ നിന്നും സന്ധ്യയുടെ ആധാർ കാർഡ് ലഭിക്കുന്നത്. ആധാർ കാർഡിൽ ഭർത്താവിന്റെ പേര് രേഖപ്പെടുത്തിയത് കണ്ടാണ് യുവാവ് ഞെട്ടിത്തരിച്ചു പോകുന്നത്. കൂടാതെ സന്ധ്യ പറഞ്ഞതിനേക്കാൾ വയസ്സും കൂടുതലായിരുന്നു. ഇതോടെ യുവാവ് തന്റെ ഭാര്യയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. തുടർന്ന് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് യുവതി 10 വർഷങ്ങൾക്ക് മുൻപ് വിവാഹിതയായതാണെന്നും ഒരു കുഞ്ഞുണ്ടെന്നും മനസ്സിലാകുന്നത്. ഈ വിവാഹമെന്ന് വേർപ്പെടുത്തിയ ശേഷം ഇത്തരത്തിലുള്ള നിരവധി വിവാഹങ്ങൾ കഴിച്ച് സ്വർണവും പണവും തട്ടിയെടുത്ത് മുങ്ങുകയായിരുന്നു ഇവരുടെ പതിവ് രീതി. എന്നാൽ സന്ധ്യയുടെ ഈ വിവാഹക്കുരുക്കിൽ വീണ ആളുകളെല്ലാം മാനഹാനി ഭയന്ന് പരാതിപ്പെടാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ യുവാവ് നേരെ ഈ വിവരം പോലീസിൽ അറിയിക്കുകയും യുവതിയെ പോലീസെത്തി പിടികൂടുകയുമായിരുന്നു. പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ഇവർ 50-ലേറെ വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെ സഹായിയും വിവാഹ ബ്രോക്കറുമായ മറ്റൊരു യുവതിയെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിവാഹം നടത്തി ഇവർ തട്ടിയെടുത്തത് ലക്ഷങ്ങളാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഓരോരുത്തരെയും വിവാഹം കഴിച്ച ശേഷം കുറച്ചു ദിവസങ്ങൾ കൂടെ താമസിച്ച് വഴക്കുണ്ടാക്കി സ്വർണവും പണവുമായി മുങ്ങുകയായിരുന്നു ഇവരുടെ രീതി. സന്ധ്യയുടെ തട്ടിപ്പിനിരയായവരിൽ SIയും സർവേയറും അടക്കം നിരവധി പ്രമുഖരുമുണ്ട്. എന്നാലും പോലീസ് ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്.